ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്ത ചിത്രം വല്യേട്ടൻ ഞായറാഴ്ച തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞായറാഴ്ചത്തെ ഫൈനൽ ട്രാക്ഡ് കളക്ഷൻസ് പുറത്തു വരുമ്പോൾ ശനിയാഴ്ചത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. 358ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 8877ഓളം ആളുകളാണ് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തതായിട്ട് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. അതായത് ഇന്നലെ മാത്രം 14 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. ഇന്നലെ നമുക്ക് ഒരുപാട് പ്രേക്ഷകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈവനിങ് ഷോസും അല്ലെങ്കിൽ നൈറ്റ് ഷോസും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹൗസ്ഫുള്ളായിരുന്നു, പല സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ളതാണ്. അതായത് ഏറെക്കുറെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നലത്തെ കളക്ഷൻ വന്നത്. ഇനി ട്രാക്കേഴ്സിൻ്റെ മാത്രം കളക്ഷൻ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ആദ്യം 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് സിനിമ 49 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ ദിനം ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 23 ലക്ഷം രൂപയോളമാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയത്. രണ്ടാം ദിവസം സിനിമ നേടിയത് 11 ലക്ഷത്തോളം രൂപയായിട്ടാണ് ട്രാക്കേഴ്സ് അവകാശപ്പെടുന്നത്. അതായത് ഇപ്പോൾ തന്നെ 34 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. മൂന്നാമത്തെ ദിവസം 14 ലക്ഷം രൂപ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് 49 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് സിനിമയുടെ കളക്ഷൻ എത്തുകയാണ്. ഇത് ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷനാണ്. ആദ്യ ദിനം കേരള കളക്ഷൻ 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞു. അതേപോലെ രണ്ടാം ദിവസം 15 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് വന്നത് എന്നുള്ളത് റിപ്പോർട്ടുകൾ പറയുന്നു. മൂന്നാം ദിവസം 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയാൻ. അതായത് 3 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 60 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നേടിയിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെയും മിനിങ്ങാന്നും മികച്ച ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൂടുതൽ കമൻസുകളിൽ നിന്നും അതേപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതിന് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങു നിന്നും ആരും ഒരു ഫോട്ടോ പോലും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വാചാലമാകുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. എന്തായാലും ഗൾഫ് മേഖലയിൽ പല സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നെങ്കിലും അതിനെയും അണിയറ പ്രവർത്തകരിൽ നിന്ന് വന്നാലേ നമുക്ക് പൂർണ്ണമായും വിശ്വസനീയമാവുകയുള്ളൂ എന്നാണ്. എന്തായാലും സിനിമ ഇതിനോടകം തന്നെ 75-80 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാം. എന്തായാലും സിനിമ കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ മാത്രം ട്രാക്കേഴ്സ് മുഖാന്തരം 50 ലക്ഷം രൂപ ഇന്നത്തേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയും മികച്ച രീതിയിലുള്ള ഒരു പ്രീ ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നു. ഏകദേശം 3.5 ലക്ഷം രൂപയോളമാണ് ഇതുവരെ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാലും ഈ ഒരു സിനിമ പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല, സിനിമയുടെ 4K റീമാസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രിൻറ്റിനെ കുറിച്ചുള്ള ക്വാളിറ്റി തന്നെയാണ് അവർ പറയുന്നത്. ഒരുപാട് തവണ ഇത് കൈരളി TV-യിലൂടെ കണ്ടവരാണ്. ഒരുപക്ഷെ തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ ജനത കൈരളി TV-യിലൂടെ തന്നെയാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും വീണ്ടും ഈ ഒരു സിനിമയുടെ ക്വാളിറ്റി വൈസ് കേൾവിയോടെ ആളുകൾ ചെല്ലുമ്പോൾ അവർക്ക് ഒരു പുത്തൻ സിനിമ കണ്ട ഒരു അനുഭവം തന്നെയാണ് ലഭിക്കുന്നത്. നമ്മൾ പലവട്ടം കണ്ടവരാണെങ്കിൽ പോലും ഇത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം തന്നെയാണ് എന്നുള്ളതാണ് അവരെല്ലാവരും പറയുന്നതും. കാത്തിരിപ്പിനൊടുവിൽ വന്ന മമ്മൂട്ടിയുടെ ഈ ഒരു 4K റീമാസ്റ്റർ എന്തായാലും ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സംഭവമായിട്ട് തന്നെ പോകുന്നു. വേറെ ഒന്നുമല്ല, ഒരു വലിയ വിജയമാണ് അവർക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. സിനിമ 1 കോടിയിലേക്ക് ഈ വരുന്ന ദിവസം തന്നെ ടച്ച് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, വലിയ താമസമില്ലാതെ സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാറ്റപ്പെടും. കാരണം വലിയ വലിയ റിലീസുകൾ വരുന്നു, പ്രത്യേകിച്ച് പുഷ്പ പോലെയുള്ള. പക്ഷേ അതിനു മുമ്പ് തന്നെ സിനിമ മികച്ച രീതിയിലേക്ക് പോകാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഗൾഫ് മേഖലയിൽ സിനിമ തുടരും എന്നുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. എന്തായാലും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന്. അതേപോലെ ഒഫീഷ്യലായിട്ട് സിനിമയുടെ 1 കോടി പോസ്റ്റർ വരും എന്നുള്ളതാണ് നമുക്ക് അണിയറയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായ ഡേറ്റുകൾ എന്തായാലും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ സിനിമയുടെ കളക്ഷനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും അതിൻ്റെ പോസ്റ്ററും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വല്യേട്ടൻ റിലീസ് ഒരു വലിയ വിജയമാവുകയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം ഗ്രേറ്റ് മീഡിയാസ്.